ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കോവയ്ക്ക വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പി നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടാൽ മാത്രം പോരാട്ടോ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് കോവയ്ക്ക തോരൻ വയ്ക്കാൻ തുടങ്ങിയാലോ. കോവയ്ക്ക ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോവയ്ക്ക ഞാനിങ്ങനെ എന്താ പറയുക, ഹാഫായിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായി ചെറുതാക്കിയിട്ടാണ് ഇഷ്ടമെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തോട്ടെ. നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്യണത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കോവയ്ക്ക കൊണ്ടുവന്ന് ഉപ്പ് വെള്ളത്തിലും അങ്ങനെ മഞ്ഞൾപ്പൊടി പുളി അങ്ങനെയൊക്കെ ഇട്ട് വെച്ചു. പക്ഷേ അത് പുറത്ത് വെച്ച് പിറ്റേ ദിവസമാണ് കോവയ്ക്ക എടുത്തത്. അപ്പോൾ അതിങ്ങനെ പഴുത്ത, ചിലതൊക്കെ ഇങ്ങനെ കണ്ട പഴുത്ത പോലെയായി. അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുവരികയെന്ന് വെച്ചാൽ അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കോവയ്ക്ക ഇങ്ങനെ, പിന്നെ അധികം മൂപ്പില്ലാത്തതും നോക്കിയിട്ട്, അതിപ്പോൾ നമുക്കറിയൊന്നുമില്ല മൂക്കാത്തതൊക്കെ. ഓരോന്നായിട്ടൊന്ന് എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കോവയ്ക്ക ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള എടുക്കാണ്ടിരിക്കുക. അപ്പോൾ ചിലതൊക്കെ പഴുത്തു, പിന്നെ എല്ലാം അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കുകയാണ്, നോക്കാം നമുക്കിന്ന്. അപ്പോൾ കോവയ്ക്ക മേടിച്ചിട്ട് ഒന്ന് കഴുകി നന്നായി കഴുകി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ മാക്സിമം എടുത്ത് വയ്ക്കാൻ നോക്കുക കേട്ടോ, വേഗം തന്നെ. അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിങ്ങനെ പഴുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പിന്നെ ഇതിലേക്ക് സവാള വേണം. ഒരു സവാള എടുത്താൽ മതി, ഭയങ്കര സവാളയുടെ ഇത് വേണ്ട. അപ്പോൾ ഒരു സവാള, മീഡിയം സൈസുള്ള ഒരു സവാള. പിന്നെ എരിവിനനുസരിച്ച് 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്. അപ്പം ഞാൻ 3 വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. പച്ചമുളകും വറ്റൽമുളകും മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. അപ്പോൾ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. വേറെ ഓയിലൊന്നും ചെയ്യണ്ട. നമ്മുടെ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമായിരിക്കും ടേസ്റ്റ്, നമുക്ക് ഇഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കടുക് ഇട്ടാൽ മതി, വല്ലാണ്ട് കടുക് വേണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാനിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അപ്പോൾ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ പറഞ്ഞ പോലെ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ടാണ്. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവ് വേണം നമ്മുടെ കറിക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ പൊടിയുപ്പ് അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്തിരി കുറവ് കിട്ടുക, പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള മൊരിയൊന്നും ചെയ്ത് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ആ സ്റ്റേജിൽ വേണം നമുക്ക് കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം കണ്ട ഇങ്ങനെ മതി കേട്ടോ, ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോവയ്ക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഒന്ന് തീ സിമ്മലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. വല്ലാണ്ട് ഡ്രൈ ആവുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. കോവയ്ക്കയ്ക്ക് ഓൾറെഡി വെള്ളം ഉള്ളതാണ്. അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്യുക. അപ്പം ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. തീ ഒരു മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളം ഇൻ കേസ് ഒന്ന് വറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അടി പിടിക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ അടി പിടിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാൻ അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും തീ ഒന്ന് സിമ്മിലിട്ടിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
ഇപ്പം നമ്മുടെ കറി ഏകദേശം അവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെള്ളം തീരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ ഇത് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ എല്ലാ പാത്രത്തിലും വെക്കുമ്പോൾ ഒരേപോലെ ആവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ വലിയും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ വെള്ളം എന്തായാലും പെട്ടെന്ന് ആഡ് ചെയ്യേണ്ട. കോവയ്ക്കയിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതിൽ ഞാൻ വെള്ളം തീരെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കോവയ്ക്ക്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ട് ഇങ്ങനത്തെയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് നാളികേരം ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഇതിൽ നാളികേരം എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം അഥവാ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത്തിരിയും കൂടി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് നാളികേരം ഇഷ്ടമാണെങ്കിൽ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സാധനങ്ങളൊക്കെ ഇങ്ങനത്തൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം റെഡിയാണ്. ഞാൻ ഇത്തിരി നാളികേരം ആഡ് ചെയ്ത് കുറച്ച് നാളികേരം മതി കേട്ടോ. കുറേ നാളികേരം ഒന്നും തോരനിൽ പൊതുവേ നമ്മൾ കുറേ നാളികേരം ഇടും. പക്ഷേ ഇതിൽ അത്ര അധികം നാളികേരം വേണ്ട. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി നാളികേരം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇതിൽ ഇത്തിരി നാളികേരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരത്തിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ടുള്ള ഒരു ഇതാണ് പിടിച്ചത്. അപ്പം അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നാളികേരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ നാളികേരം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോവയ്ക്ക എന്ന് പറഞ്ഞ സാധനം വല്ലാണ്ട് വേവരുത്. വെന്ത് കഴിഞ്ഞാൽ കോവയ്ക്കയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ നമുക്കൊന്ന് കടിക്കണ വിധത്തിൽ മാത്രമേ കോവയ്ക്ക വേവിച്ചെടുക്കാൻ പാടുള്ളൂ. അതാണ് കോവയ്ക്ക കറി തോരൻ്റെ ടേസ്റ്റ്. കറി തോരണ്ട ഏതായാലും കുഴപ്പമില്ല പറയാൻ. അപ്പോൾ നമുക്കിനി ഒരിത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ച് മതി, ഒന്ന് തൂവി കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ആ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ആകുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഗ്യാസൊക്കെ ഓഫ് ചെയ്യണ്ടിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തോരനാണ്. അപ്പം അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല മണം. അപ്പോൾ ആ കറിവേപ്പിലയുടെയും പച്ചവെളിച്ചെണ്ണയുടെ ഒക്കെ മണമായിട്ട് എന്ത് നല്ല മണമെന്നറിയോ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.